അല്ല, സന്ധ്യ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പറയടാ, ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കിഷ്ടമാണെന്ന് മനസ്സിലായി. അയ്യോ, അപ്പൊ ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞതോ? കഴിച്ചില്ല. അപ്പൊ ബീച്ചിൽ പോയതോ? പോയില്ല. പിന്നെ നീ എന്താണ് ഉറപ്പിച്ചത്? അവളിപ്പോ എല്ലാ കാര്യങ്ങളും മനു കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ശത്രുവിനെ വകവരുത്താൻ ടൗണിലുള്ള ഗുണ്ടകളും അയാൾ പാൽത്തറയിൽ എത്തിയിട്ടുണ്ടാവും. നിന്നെ ഒരുത്തനെ മാത്രം വിശ്വസിച്ചല്ലടാ ആ കിഴവ മുതലാളിന്റെ അടുത്ത് പോലും ഞങ്ങൾ ജാട ഇറക്കിയത്. ദൈവമേ, 5:30 ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഗുണ്ടകളുമായിട്ട് അയാൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ടൗണിലുള്ള ഗുണ്ടകളുടെ തല്ലിന്റെ കരുത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ വെച്ചൊന്ന് അനുഭവിച്ചതാ. ഇനിയിപ്പോ വീണ്ടും ഇല്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തല്ലുകൊള്ളില്ല. ആൽത്തറയില് ഞാൻ തനിച്ചു പോകും. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. ഗുണ്ടകൾ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. തനിച്ചാണെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടാ മതി. ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാ. അഥവാ കൂട്ടത്തിലാണെങ്കിൽ ഒരു കൂട്ടയോട്ടമാണ് മുരളി. എന്തുകൊണ്ട് നമ്മുടെ ശരീരരക്ഷയ്ക്ക് നല്ലത്. എന്റെ ഈശ്വര, ദൈവമേ, വെടിമരുന്നിന് തീ കൊടുക്കാനാണല്ലോ പോകുന്നത്. പൊട്ടുവോ? ഞാൻ മുരളി. ഹലോ, എവിടെ നിങ്ങളുടെ സുഹൃത്തുക്കൾ? അവർ വരില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ? അതെ. ശാന്തതയിലാണ് തുടക്കം. ഒന്നും പറയാറായിട്ടില്ല കുഞ്ചു, എന്തും സംഭവിക്കാം. എന്റെ പ്രശ്നം നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ പരിഹരിക്കാൻ പറ്റൂ. എന്ത് പ്രശ്നം? അവരുടെ ക്ലോസ് ഫ്രണ്ടായ സ്ഥിതിക്ക് മിസ്റ്റർ മുരളി നിന്ന് ഞാൻ ഒന്നും വിളിക്കുന്നില്ല. എനിക്ക് സന്ധ്യ ഇഷ്ടമാണ്. അറിയില്ലേ സന്ധ്യയെ? അറിയാം. പണവും പത്രാസും ഉണ്ടെന്നല്ലാതെ പഠിത്തമല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. കണക്കുമാഷുമായുള്ള യുദ്ധത്തിൽ 8ാം ക്ലാസ്സിൽ വെച്ച് നിർത്തി. സോറി, ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട്. ഊണിന് മുമ്പ് 2 ബഗ് ശീലമുള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാൻ ഒരു ധൈര്യത്തിന് വേണ്ടി 2 കൂടി വീശി. ഏതായാലും തല്ലിന് സാധ്യതയില്ല. ഉപദേശിച്ച് നന്നാക്കുക. നന്നായാ മതിയായിരുന്നു. പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ അല്പസ്വല്പം ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഓപ്പൺ ആയിട്ട് പറയാം. റാപ്പിഡെക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. അത് ബൈഹാർട്ട് ചെയ്ത് നേടിയതാ ഇതൊക്കെ. എനിവേ, ഐ ലവ് ഹെർ. പക്ഷേ കോംപ്ലക്സ് കാരണം മുഖത്ത് നോക്കി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു മടി. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ആവുമ്പോൾ കൂടുതൽ സൗകര്യമായി. കാരണം അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഒരു സത്യം ഉറപ്പാ, അവൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ടറിയണം. ശരിയാ, അത് നേരിട്ടറിയണം. നമുക്ക് എന്നതിനറിയാം? ഇപ്പൊ തന്നെ വേണ്ട, നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ സാവകാശം മതി. വേണ്ട, ഇപ്പൊ തന്നെ അറിയണം. ഇപ്പോഴോ? ട്യൂഷൻ കഴിഞ്ഞ് അവൾ വരണ സമയമായി. അങ്ങോട്ട് പോയ നേരിൽ കണ്ട് ഇഷ്ടമാണെന്ന് ഇപ്പൊ തന്നെ അറിയാം. വരും. ധൃതിയില്ല. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ധൃതി? അല്ല, ഇഷ്ടമാണെന്ന് നേരത്തെ അറിഞ്ഞാൽ സന്തോഷിക്കാമല്ലോ, അല്ലെങ്കിൽ വെറുക്കാമല്ലോ. കറക്റ്റ്. എനിവേ, ഇഷ്ടമാണെന്ന് അവിടെ നിന്ന് മൂളി കിട്ടിയാൽ ആർഭാടത്തോടെ ഉടനെ കല്യാണം. കമോൺ. അവനും കയറ്റിക്കൊണ്ടാ പോണത്. ഇനിയിപ്പോ ദൂരെ എങ്ങനെ കൊണ്ടുപോയി തല്ലാനാവോ? അതിനും സാധ്യതയുണ്ട്. വാടാ.